ഈ നോട്ടിന്റെ കഥ എന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യക്കാരൊക്കെ എൻ്റെ അടുത്ത് തന്നു. എൻ്റെ അടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഒരു ഫോട്ടോ ആണെന്ന്. ഞാൻ എന്തിനാന്ന് ഈ നോട്ടിനകത്ത് വെച്ച് അടിക്കാൻ. അന്ന് ഞാൻ ചെന്നിട്ട് അമ്മനൊക്കെ പറ്റിക്കും, സൂപ്പറേ കറിയൊന്നും ആയില്ലേ, അത് ഭീകര കളിച്ച് വന്നു അങ്ങനെയൊക്കെ പറഞ്ഞ അമ്മയുടെ പറ്റിക്കായിരുന്നു. പിറ്റേ ദിവസമാണ് ബീച്ചേട്ടൻ എനിക്ക് ആ വോയിസ് അയക്കുന്നത്. എടാ ആരുടെ ഇത്ര മനോഹരമായിട്ട് ചെയ്തു, അയ്യോ പലരും നമ്മുടെ സിനിമയിലെ ഡയലോഗ് ചെയ്ത് ഇത് ലൈവ് വോയിസ് ആണ്, എടാ മാളാന്ന് അടുത്താണ് ഒരു പഴയുടെ അപ്പുറപ്പുറം ഞങ്ങളുടെ വീട്, അങ്ങനെ ഒരു വോയിസ് തരാണ്. ആരുടെ തീ കൊള്ളാം 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 കൊള്ളാം, ആരുടെ ചവിട്ടില് ബാത്തിന്റെ പഞ്ച് വെക്കണതിന്റെ അമ്മയുടെ ചവിട്ടിലും. അല്ല ഇനി പ്രണയങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? പ്രണയങ്ങൾ ഉണ്ടായെന്ന് വെച്ചാൽ ഇഷ്ടംമാര് പ്രണയമാണ്. മറ്റേ വിനായകൻ ഞാൻ വരെ പ്രണയനാണ്, സ്വന്തമായിട്ട് പ്രണയം. പക്ഷെ ആൾക്ക് മിമിക്രി ചെയ്യുന്നത് ഇഷ്ടമല്ല, അതൊരു ജോക്കറാണ്, ബഫൺ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് മിമിക്രി ആണ് എനിക്ക് പ്രണയം തോന്നി, അതിനൊഴിവാക്കി. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ തിരുത്ത മുത്തുളങ്ങരാന്നാണ് ശരിക്കും. അപ്പൊ ചെറിയൊരു ഗ്രാമമാണ്. സിനിമയൊന്നുമില്ല ഇപ്പൊ? സിനിമ ഉണ്ടോ ഇല്ലെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്, നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യനുകളൊന്നും എന്നോട് പാടില്ല. ഹലോ ഹലോ അതെ കുറച്ച് എക്കോ വേണ്ട വേണ്ട, എന്റെ പൊന്നു ദൈവമേ കുടിക്കോണുണ്ട്, വാ വിളിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ കളേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്, നമ്മുടെ ബോസിനായിട്ട് ഷൗക്കത്താണ്. അപ്പൊ അദ്ദേഹമൊക്കെ നമ്മളെ വിളിക്കുന്നത് ശരിക്കും മിമിക്രി എന്നാണ് എന്റെ ബോസ് വിളിക്കുന്നത്. കാരണം അവിടെ എല്ലാവരും മിമിക്രി, കാരണം ഇങ്ങനെ ഒരു സ്റ്റേജിൽ കണ്ട ഒരാൾ പെട്ടെന്ന് ഒരു കമ്പനിയിൽ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഷോക്കല്ലേ. ഹായ് ഹലോ നമസ്തേ നമസ്കാരം, വെൽക്കം ടു പ്ലാറ്റ്ഫോം. ദിസ് സഞ്ജിത പീറ്റർ. ഇത്രയും ദിവസം നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്തെങ്കിൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കലാകാരനെയാണ് പ്ലാറ്റ്ഫോം പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കോമഡി ഉത്സവം എന്ന് പറയുന്ന റിയാലിറ്റി ഷോ എല്ലാവരുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ള ഒരു ഷോ തന്നെയാണ്. അതിലൂടെ ശ്രദ്ധേയനായ ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെയാണ് ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. സജീഷ് ചേട്ടാ, വെൽക്കം ടു പ്ലാറ്റ്ഫോം. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷങ്ങൾ. എന്തായാലും ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ കാണുന്നത്. അതെ അതെ, ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ കോമഡി ഉത്സവത്തില് ഒരുമിച്ച് ഉണ്ടായ ഒരു കാലഘട്ടമുണ്ട്, അതിലൂടെ ഉണ്ടായ ഒരു സൗഹൃദമാണ് നമ്മൾ തമ്മിലുള്ളത്. ഇപ്പൊ നിലവില് സജഷൻ ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ടൈമിലൊക്കെ സ്റ്റേജ് ഷോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു കമ്പനിയിൽ കളേഴ്സ് എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യാണ് കണ്ണൂര്. ഓക്കെ, എനിക്ക് ചേട്ടനെ കാണുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് ആ ബിജുക്കുട്ടന്റെ വോയിസ് ചെയ്ത ആ ഒരു മൊമെന്റ് തന്നെയാണ്. ചേട്ടനെ ഏറ്റവും കൂടുതൽ ആളുകളെ തിരിച്ചറിയുന്നതും ആ ഒരു വോയിസിലൂടെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ആ ഒരു വോയിസിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബിജുചേട്ടന്റെ വോയിസ് എടുത്തുകൊണ്ടാണ് കൂടുതൽ നമ്മൾ ഫേമസ് ആയി വന്നത്. അതായത് സോഷ്യൽ മീഡിയ കൂടുതൽ വൈറലാക്കിയത് ബിജുക്കുട്ടൻ ചെട്ടിച്ച പ്രവാസി സജീഷ് മാള എന്നൊരു വ്യക്തിയുടെ അതാണ് പ്ലാറ്റ്ഫോം ശരിക്കും കോൺഗ്രസിലേക്ക്. നമുക്ക് വോയിസിലേക്ക് ആദ്യം കിടക്കാം. ബിജുചേട്ടന്റെ പേര് ഞാൻ ആളായിട്ട് ഫോൺ സംസാരിക്കുന്ന ഒരു ഇതായാലും നമുക്ക് പിന്നെ എന്താ കുഴപ്പമില്ല. ഹലോ, ആ ബിജുചേട്ടൻ സജീഷാണോ? ആര്? ബിജുചേട്ടൻ സജീഷാണ്. ആ എടാ നിന്റെ പരിപാടി രക്ഷിട്ടോ, കാരണം നീ എന്താ പറയാ ഞാൻ വന്നിട്ട് നീ കാര്യങ്ങൾ റെഡി ആയില്ലേ. അവിടെ ചിലപ്പോ ഷാജോൻ വിളിക്കൂട്ടാ, ഞാനിപ്പോ മമ്മൂട്ടി സാറിന്റെ കൂടെ ഒരു പടത്തിനാണ് കേട്ടാ, ഞാൻ കുറച്ചായിട്ട് വിളിക്കാട്ടാ. അയ്യോ ഒന്നും പറയില്ല കിടക്കാച്ചിന് നീ ഒരു ഫിലിം ഡയലോഗ് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓ ഫിലിം കൂടുതലല്ലോ നമ്മള് കൂടുതലും ബിജുചേട്ടന്റെ ലൈവ് വോയിസ് എടുത്താണ്. അപ്പൊ ആരെങ്കിലും വിളിച്ച് പറ്റിക്കാറുണ്ടോ ഈ ബിജുചേട്ടന്റെ വോയിസില്? ആ ടൈമിൽ ഒരുപാട് പേര് വിളിച്ച് പറ്റിക്കാറുണ്ട്. ഇപ്പൊ ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുന്ന ഒരു വോയിസ് അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരാളെ മുമ്പിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. അങ്ങനെ സന്തോഷം തോന്നിയ ഒരു സിറ്റുവേഷൻ ഏതായിരുന്നു? കൂടുതൽ എനിക്ക് എന്നെ വിളിച്ചത് ഇതുപോലെ തന്നെ ബിജുചേട്ടൻ നാരായണ കുടിച്ചേട്ടൻ. ആളുകൾ ഇപ്പൊ മറന്നിരിക്കുന്ന ഒരു പേര് തന്നെയാണ്. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത ഒരു നടൻ തന്നെയാണ് അദ്ദേഹം. നാരായണ വിളിച്ചു, നീ കൊണ്ട് വീട്ടിലേക്ക് വാടാൻ വീട് പച്ചാളത്താണ്, നീ വീട്ടിലേക്ക് വാടാൻ ഞാൻ ജീവിച്ചോണ്ട് അറിയിച്ചു നീയല്ലേ, എന്താ നിന്റെ പേര് സജീഷ് മാള, കൊള്ളാം പരിപാടി കൊള്ളാം. അങ്ങനെയൊക്കെ വിളിച്ച് തന്നെ ഫോണിൽ കൂടെ വിളിച്ച് സംസാരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് മറ്റേ തെങ്കാശിപട്ടണത്തിലാണ്. ആ മറ്റേ മനസ്സിലായിട്ടുള്ളത് ആ ഒരു സംഭവം എന്ന് പറഞ്ഞാല്, ഹലോ ഹലോ അതെ കുറച്ച് എക്കോ വേണ്ട വേണ്ട, എന്റെ പൊന്നു ദൈവമേ കുടിക്കോണുണ്ട്, വാ വിളിക്കാൻ പറ്റുള്ളൂ. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാണ്. അതുപോലെ തന്നെ മാനത്തെ കൊട്ടാരത്തിലേക്ക് അപ്പൊ അദ്ദേഹമായിട്ട് എന്താ പറയുക അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും അദ്ദേഹമായിട്ട് അത്രയും ഇപ്പൊ നല്ലൊരു സുഹൃത്തും തന്നെയാണ്. ഇപ്പം വിളിക്കും ഇടയ്ക്ക് ഞാനും അങ്ങോട്ട് വിളിക്കും സമയം കിട്ടുമ്പോഴൊക്കെ. എങ്ങനെയായിരുന്നു മിമിക്രിയുടെ ഒരു തുടക്കം? ഞാൻ ചെറുപ്പം മുതലേ ഒരു ചെറിയൊരു അസ്കത ഉണ്ടായിരുന്നു എനിക്ക്. അതായത് നമ്മുടെ നാട്ടിലെ ശബ്ദം ആൾക്കാരുടെ ശബ്ദങ്ങൾ ചെയ്യും. പിന്നെ അതുപോലെ ഞങ്ങളുടെ ബന്ധക്കാരൊക്കെ വിളിച്ച് ഇളയച്ചന്റെ ഒക്കെ വീട്ടിലേക്ക് ബന്ധുത്തെ വീട്ടിലേക്ക് വിളിച്ച് ഞാൻ പറ്റിച്ചിട്ടുണ്ട്. ഇളയച്ചന്റെ
ശബ്ദത്തിൽ. ഓക്കെ. അദ്ദേഹത്തിന്റെ അളിയനൊക്കെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി അളിയനെ കാത്തിരുന്നു, വൈഫിനെ കാത്തിരുന്നു, അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റേജ് ഷോനെ കുറിച്ചിട്ട്. സ്റ്റേജ് ഷോ നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അത് നമ്മുടെ നാട്ടുകാരുടെ ശബ്ദം തന്നെ ചെയ്തത്. അതന്ന് അവരോട് അനുവാദം ചോദിച്ചിട്ട്, കാരണം അന്ന് മിമിക്രി എന്ന് വെച്ചാൽ ഒരു കളിയാക്കൽ എന്ന ചിന്താഗതി വരെയായിരുന്നു. പക്ഷെ ഇന്നത് വലിയൊരു കലയായി മാറി. അന്നെന്ന് വെച്ചാൽ ശബ്ദം കൊടുക്കുമ്പോൾ അവർ കളിയാക്കുന്നുണ്ട്. ഇന്ന് പക്ഷെ ആ ഒരു കലയാണ് ശരിക്കും. ഇപ്പൊ എല്ലാവർക്കും അവരുടെ ശബ്ദം ചെയ്യുന്ന അവർ ഫേമസ് ആക്കണ്ടേ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സംഭവം. അപ്പൊ നാട്ടിൽ തന്നെയാണ് ഞാൻ ഒരു സ്റ്റേജ് ഷോ ചെയ്തത്. ആദ്യം ഇമിറ്റേറ്റ് ചെയ്ത് പഠിച്ചെടുത്ത ആർട്ടിസ്റ്റിന്റെ വോയിസ് ഏതായിരുന്നു? അത് അന്നൊക്കെ ചെയ്യുന്നത് ഇതുപോലെ തന്നെ നാരായണൻകുട്ടിച്ചാറാന്ന് തോന്നുന്നു എന്റെ ഒരു ഓർമ്മയിൽ വെച്ചാൽ. പിന്നെ നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി. ഞാൻ പഞ്ചായത്ത് തലത്തിലൊക്കെ മത്സരിക്കാനൊക്കെ പോയിട്ടുണ്ട്. ആര് കഷ്ടപ്പോയിരുന്നു. സാജേട്ടനാണ് ചെയ്ത് ഫിഗർ. ഞാൻ ഫിഗറാണ് കൂടുതൽ ചെയ്തോണ്ടത്. ഇപ്പൊ എനിക്കത് പറ്റില്ല, കുറെ നാളായി. അതായത് ഫിഗറിന്റെ ശബ്ദം അത് അദ്ദേഹം വെച്ചാൽ മൈക്കിന്റെ മുമ്പിൽ എന്തൊക്കെ ഇങ്ങനെ നമസ്കാർ ഇങ്ങനെയൊക്കെ ഒരു കിട്ടില്ല കേട്ടോ. അത് പഴയ സംഭവമായിരുന്നു. കാരണം അദ്ദേഹം ഒരു ടൈമിംഗ് ഉണ്ട്. ആ മൈക്കിന്റെ മുമ്പിൽ അത് കുറെ നേരം ഇങ്ങനെ ഉറങ്ങിയിട്ടാണ് ആ ഒരു ശൈലി. അത് സാജി കുട്ടി സാറിന്റെ ഒരു പരിപാടി കണ്ടിട്ടാണ് ഞാൻ കൂടുതൽ ഹൈലേക്ക് ചെയ്തത്. പക്ഷെ അത് വാജ്പേയി സാറിന്റെ ആ ഒരു ഇതിലാണ് ഞാൻ കൂടുതൽ നമ്പർ 1 ആയത്. പഞ്ചായത്തിലും എല്ലാ മത്സരത്തിലും പങ്കെടുത്ത് അന്ന് നാരായണൻകുട്ടി ചേട്ടൻ, വാജ്പേയി, ഇവരൊക്കെ 4 പേരന്ന് മുട്ടുത്തിച്ച്. അതാണ് എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇതാണ്. സത്യത്തില് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ കേരളത്തിൽ ഇത്രയധികം മിമിക്രി കലാകാരന്മാർ ഉണ്ട് എന്ന് തെളിയിച്ച ഒരു ഷോ. അപ്പോ എങ്ങനെയായിരുന്നു കോമഡി ഉത്സവത്തിലേക്ക് എത്തിപ്പെട്ടത്? അതിലാദ്യം തന്നെ ഞാൻ സർവേശ്വരനോട് ഇത് പറയട്ടെ. അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള അറിയപ്പെടാത്ത കലാകാരന്മാർക്ക് ഒരു വേദി ഒരുക്കി തന്ന നമ്മുടെ ഡയറക്ടർ മുതല സാറിന് ഞാൻ ഇതിലേക്ക് പ്രത്യേകമായിട്ട്. അപ്പൊ കോമഡിസ്റ്റിലേക്ക് ശരിക്കും പറഞ്ഞാല് വരാൻ നിങ്ങളുടെയൊക്കെ അന്ന് അഞ്ചിതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്നെക്കാളും സീനിയറാന്ന് തോന്നുന്നു. അതെ, അങ്ങനെ സമതുക്ക, ഒരുപാട് അൻഷാദിലിക്ക, അന്നൊക്കെ നിങ്ങളുടെ പരിപാടി ഞാൻ ഗൾഫിൽ നിന്ന് കാണുന്ന വ്യക്തിയാണ്. ഞാൻ ദൈവമേ എനിക്ക് എന്ന് ഇതുപോലെ വരാൻ പറ്റും അങ്ങനെയൊക്കെ ഒരു വിചാരിച്ച ഒരാളാണ്. അങ്ങനെ ഒരു ദിവസം സമുദ്രത്തിലേക്ക് തന്നെ പോവാം, മെസ്സേജറിലേക്ക് നമ്പറൊക്കെ ചോദിച്ച് ആൾ തന്നു. അതുപോലെ തന്നെ വോയിസിലൊക്കെ അയച്ചു കൊടുത്ത് പുള്ളി കുഴപ്പമില്ല, നല്ല കലാകാരനാണ്, എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബിജിച്ചേട്ടന്റെ വോയിസ് നമ്മുടെ പേര് ഞാൻ മറന്നു, നമ്മുടെ സുഹൃത്തനാണ്, ഫ്ലവേഴ്സിൽ വന്നതാണ്, സുധീഷ് തിരുമാടി. സുധീഷിനാണ് ഞാൻ ഒരു ദിവസം അയച്ചു കൊടുത്തത്. ഇത് അയച്ചു കൊടുത്തിട്ട് നീ പെട്ടെന്ന് തന്നെ അതിന്റെ റിപ്ലൈ എനിക്ക് തന്നെ ബീച്ചേട്ടൻ അയച്ചു കൊടുക്കണം. പിറ്റേ ദിവസമാണ് ബീച്ചേട്ടൻ എനിക്ക് ആ വോയിസ് അയക്കുന്നത്. അടുത്ത ആരുടെ ഇത്ര മനോഹരമായിട്ട് ചെയ്തു, അയ്യോ പലരും നമ്മുടെ സിനിമയിലെ ഡയലോഗ് ചെയ്ത് ഇത് ലൈവ് വോയിസ് ആണ്, എടാ മാളാന്ന് പറഞ്ഞ അടുത്താണ്, ഒരു പഴയുടെ അപ്പുറപ്പുറം ഞങ്ങളുടെ വീട്, അങ്ങനെ ഒരു വോയിസ് തരാണ്. അപ്പൊ സതീഷ് ചേട്ടാ എന്തായാലും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആണ്. അങ്ങനെയാണ് ഞാൻ ലീവ് എടുത്ത് നാട്ടിലേക്ക് വരുന്നത്. നല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അവിടുത്തെ അക്കൗണ്ടന്റ് പറഞ്ഞു, സജീഷേ നിനക്കതിനൊന്നും ഭാഗ്യമില്ല, അതൊക്കെ വലിയ വലിയ കലാകാരന്മാരൊക്കെ കിട്ടുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ലീവ് തായോ, ഞാൻ ടി വിയിൽ വന്നിരിക്കും, ചേട്ടൻ നോക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ വാശി വെച്ച് ഞാൻ വന്നതാണ്. അങ്ങനെ വന്നൊരു 3-4 എപ്പിസോഡ് ചെയ്യാൻ വലിയൊരു ഭാഗ്യം. കോമഡി ഉത്സവത്തിൽ ചെയ്താൽ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് ശരിക്കും ഹരീഷ് കണാരൻ ചേട്ടന്റെ വോയിസ് എടുത്ത ആ ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും അല്ലെ? ആദ്യം വോയിസ് എടുത്തിട്ട് തുടങ്ങാം. ഹരീഷേന്റെ എനിക്ക് മുദ്ദുകവിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. രണ്ടു പടത്തിൽ മിക്സിങ് ചെയ്ത് പോവാം. അതായത് സോബിൻ ചേട്ടനും അദ്ദേഹം ഒരു സിനിമയിലെ മുദ്ദുകവിൽ നടന്നുണ്ടല്ലോ, ഇന്നലെ ഞാൻ തുള്ളി ഉറങ്ങിയില്ല, മറ്റേ ചന്ദനമട സീരിയൽ ഇട്ടിട്ട് മറ്റേ അമ്മ തന്നെ കാട്ടിക്കൊണ്ടാക്കി ശീതർ, ഈ കാട്ടിന്ന് പുലു കുത്തോ ആന അടിക്കോ ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ പറയുന്നത് അടുത്ത ആഴ്ചയായിരിക്കും. ഷെഡ്ഡി ഫിനാൻസ്, വേറെ എന്തൊക്കെ പേരാണ്ടല്ലേ. എന്നാലും എന്റെ അവസ്ഥ കാണുമ്പോ പണ്ട് സ്കൂളിൽ പഠിച്ച പടം നാടകം എനിക്ക് ഓർമ്മയില്ല. അതേതാണ് യോഗ ഇല്ലാമണിയെ പായങ്കര മടിക്കളി. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു ശൈലി ഇതാണ്. കാരണം അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാല് ശൈലി സ്ലാങ്ങുകളാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം അദ്ദേഹത്തിന്റെ കോഴിക്കോട് സ്ലാങ്ങും നമ്മുടെ തൃശ്ശൂരാണ്. അത് എപ്പിസോഡിൽ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വലിയൊരു സന്തോഷമായ വലിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു എനിക്ക്. അന്ന് സാറ് വിളിക്കുകയും ഹരീഷാന്റെ മുമ്പിൽ ചെയ്യാൻ പറ്റിയ വലിയൊരു ഭാഗ്യം എനിക്ക് തന്നു വിരാജ് സാറ്. ഇപ്പൊ സാധാരണ ഒരു വ്യക്തി, അതായത് ഇപ്പൊ ഒരു മിമിക്രി എന്ന് പറയുന്ന ഒരു കലയിലൂടെ മുന്നോട്ട് വരുന്നു, പ്രത്യേകമായിട്ടൊരു കോച്ചിങ് ഇല്ല, വേറെ രീതിയിലുള്ള പ്രാക്ടീസുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നാട്ടിൽ നിന്ന് ഒരു TV ഷോയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ നാട്ടുകാരുടെ പ്രതികരണം അതെങ്ങനെയായിരുന്നു ശരിക്കും? അവർ ഷോക്കായി പോയി. എല്ലാവരും നല്ല സപ്പോർട്ടാണ്, ഭയങ്കര സപ്പോർട്ടാണ്. കാരണം നമ്മുടെ നാടിനെ കുറിച്ച് പറയുമ്പോ ഏത് നാടാണെന്നൂടെ പറയണം കേട്ടോ. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ തിരുത്ത മുത്തുളങ്ങര എന്നാണ് ശരിക്കും. അപ്പൊ ചെറിയൊരു ഗ്രാമമാണ്. അപ്പൊ ആ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗ്രാമപ്രദേശത്താണ്. അപ്പൊ അവിടുന്ന് ആദ്യമായിട്ടൊരു TV ഷോയിലേക്കൊക്കെ ചെന്നപ്പോഴൊക്കെ നാട്ടുകാരുടെ സപ്പോർട്ടും കാര്യങ്ങളും നമ്മുടെ പുറത്തുള്ള പ്രവാസികളായ ചേട്ടന്മാരും വിളിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ നമുക്ക് ഭയങ്കര ഇതായിരുന്നു. ഫീമെയിൽ വോയിസ് ചെയ്യുമെന്ന് എനിക്കറിയാം. ഫീമെയിൽ വോയിസ് ഇപ്പൊ ഞാൻ കുറെ നാളത്തേക്ക് ചെയ്തോണ്ട് ഇപ്പൊ നമ്മുടെ
നാണിത്തള്ള എന്നൊരു കഥാപാത്രം എല്ലാവരും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ലൈവ് വോയിസ്, രാധാകൃഷ്ണ ചേട്ടന്റെ എല്ലാവരും നാണിത്തല്ലേ ചെയ്യാറ്. അദ്ദേഹത്തിന്റെ ലൈവ് വോയിസ് എന്ന് പറയുമ്പോ ഞാൻ ഫോണൊക്കെ വിളിച്ചിടയ്ക്ക് തല്ലുടിക്കും പുള്ളിയൊക്കെ ആയിട്ട്, ആ ശരം വിളിക്കുന്നത്. നമസ്കാരം, എനിക്ക് എന്നെ ഫോൺ വിളിക്കാൻ സമയമൊന്നും ഇല്ലല്ലോ, ബാംഗ്ലൂരൊക്കെ പോയിട്ട് വലിയ വലിയ ആൾക്കാരാകുമ്പോഴല്ലോ പൈസ ആയിക്കഴിഞ്ഞ പിന്നെ എന്നെ വേണ്ട, നീ എന്റെ നാണിത്തലടൊക്കെ വോയിസ് ഇപ്പൊ എല്ലാവരും നമ്മള് വിറ്റ് കാശുണ്ടാക്കാണ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു രാഷ്ട്രീയ. ഇപ്പോഴും നല്ലൊരു എന്താ പറയാ നല്ലൊരു ബന്ധമാണ്, നല്ലൊരു ബോണ്ടിങ്, നല്ലൊരു ഇതാണ് രാഷ്ട്രീയ. പിന്നെ സജീഷയുടെ ഞാൻ എടുത്തുകൊണ്ടെങ്കിൽ വിനായകൻ ചേട്ടന്റെ വോയിസിന് ഭയങ്കര ഒരു ക്ലാരിറ്റി ഉണ്ട്. വിനായകൻ ചേട്ടന്റെ ആണ് ഞാൻ ശരിക്കും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സില് എന്നേക്ക് മുമ്പ് തന്നെ നമ്മളെ ഗൾഫിൽ വെച്ച് ഒരുപാട് പേർക്ക് വിനായകൻ ചേട്ടന്റെ വോയിസിൽ ഞാൻ ബർത്ത്ഡേ വിഷയൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈവ് വോയിസ് ആണ്. ഇപ്പൊ അടുത്ത ദിവസങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് തന്നെ പുള്ളി ഇപ്പൊ സംസാരമൊക്കെ ഭയങ്കര ഇതാണല്ലോ. ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കാണ്, അപ്പൊ വിനായകൻ ചേട്ടനായിട്ട് എന്നോട് സംസാരിക്കും. എന്താണ് മോളുടെ പേര് പറഞ്ഞ? അഞ്ജിത. ഞാൻ ഇന്റർവ്യൂവിന് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ സോഷ്യൽ മീഡിയക്കാരാണ് കൂടുതൽ നമ്മൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്, അറിയാലോ, സംസാരിക്കാനൊക്കെ ഇതിന് പേടിയാണ്, സംസാരമാണ് പ്രശ്നം. അപ്പൊ അത് വളരെ ഇതാണ്. എന്തായാലും ഇന്റർവ്യൂവിന് വിളിക്കാന്ന് വെച്ചാല് സിനിമയൊന്നുമില്ല ഇപ്പൊ? സിനിമ ഉണ്ടോ ഇല്ലെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്, നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യനുകളൊന്നും എന്നോട് പാടില്ല. എന്തായാലും അഞ്ജിത വിളിച്ചു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്റെ വായനല്ല സംസാരങ്ങൾ മോശമാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നിങ്ങൾക്ക് പേടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ. കാരണം എന്റെ മറക്കാൻ പറ്റാത്ത പടങ്ങൾ കമ്മിറ്റി പാടം. കമ്മിറ്റി പാടത്തിലെ ഒരു ഡയലോഗ് കമ്മിറ്റി പാടത്തിൽ ഇപ്പൊ എല്ലാവരും ചെയ്തു, മിമിക്രിക്കാരൻ ആഗ്രഹിക്കണ എടാ കൃഷ്ണ, അതൊക്കെ എന്തിനാ? ഞാനിപ്പോ സത്യം പറഞ്ഞ ജയിലറിലാണ് ഫുള്ളായിട്ട് നിൽക്കുന്നത്. കാരണം സാറിന്റെ കൂടെയൊക്കെ ചെറുത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ പറ്റാത്ത കേസാണ് അതൊക്കെ. അതുപോലെ തന്നെ ഇപ്പൊ ഇറങ്ങിയാൽ വേണ്ട നമുക്ക് അവിടെ കളങ്കാവില് അയ്യോ രക്ഷയില്ലാത്തതാണ്. എന്നാലും ഇനി നല്ല ക്യാരക്ടർ കിട്ടട്ടെ. സൂപ്പർ ആയിട്ടുണ്ട് നല്ല ടിക്ടോ വോയിസ് ആയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, മധുഷ്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റിപ്ലൈ ഞാൻ പറഞ്ഞു ചീത്തയായാലും എന്തായാലും എനിക്ക് കുഴപ്പമില്ല, അതുപോലെ ആയിരുന്നു. റിപ്ലൈ ഇട്ടില്ല. അപ്പൊ മിമിക്രി ചെയ്യുന്നുള്ളത് അറിയാം, പക്ഷെ എന്താണ് പ്രൊഫഷണലി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ കളേഴ്സ് എന്ന കമ്പനിയിലാണ്, ഇവിടെ ബോസിനായിട്ട് ഷൗക്കത്താണ്. അപ്പൊ അദ്ദേഹമൊക്കെ നമ്മളെ വിളിക്കുന്നത് ശരിക്കും മിമിക്രി എന്നാണ് എന്റെ ബോസ് വിളിക്കുന്നത്. കാരണം അവിടെ എല്ലാവരും മിമിക്രി, കാരണം ഇങ്ങനെ ഒരു സ്റ്റേജിൽ കണ്ട ഒരാൾ പെട്ടെന്ന് ഒരു കമ്പനിയിൽ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഷോക്കല്ലേ. അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മോന്റെ ജാസിർ, പുള്ളി നല്ല സപ്പോർട്ടാണ്. പുള്ളിയൊക്കെ വിളിക്കുന്നത് തന്നെ കോമഡി എന്നാണ്. അവർക്ക് ആ ഒരു കമ്പനിയിൽ നമ്മൾ ഇങ്ങനെ ഒരു കലാകാരൻ ചെന്നപ്പോ, കോമഡിസിലെ ഒരു കലാകാരൻ ചെന്നപ്പോ അവർക്ക് കിട്ടിയ സന്തോഷം, നമുക്ക് കിട്ടിയ സന്തോഷം, അതൊക്കെ ഏറ്റവും കൂടുതൽ കടവത്തൂരാണ് ഇപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് കൂടുതൽ. അപ്പൊ ആ സൈറ്റിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവർക്കും നമ്മൾ ഭയങ്കര കാര്യമാണ്. എല്ലാവരും എന്താ പറയാ കോമഡിസിന് അത്രയും അതിലൊരു നമ്മളൊരു കലാകാരൻ എന്നുള്ള ആ ഒരു ഇതുണ്ട്. പിന്നെ ഫിലോമിനസിന്റെ സൗണ്ട് എടുക്കുമെന്ന് എനിക്കറിയാം. ഫിലോമിന ചേച്ചിയുടെ സൗണ്ട് ഒന്ന് എടുക്കാമോ? ഫിലോമിന ചേച്ചിയുടെ സൗണ്ട് അതൊക്കെ ഗുഡ് ഫാദറിലെ ഒരുപാട് നാളെ ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തിരുന്നു. ആരുടെ തീ കൊള്ളാം ആരുടെ ചവിട്ടില് ബാത്തിന്റെ പഞ്ച വെക്കണ നിന്റെ അമ്മയുടെ ചവിട്ടിലും എടോ വീരഭദ്ര നീ എന്റെ അച്ഛനാവാൻ നോക്കരുത്, വന്നല്ലോ രാജകുമാരി, അച്ഛമ്മയുടെ പൊന്നു പോലും വന്നല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. ചേച്ചി എപ്പോഴും ജീവിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് പോയി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. സുധീരേട്ടൻ എല്ലാവരും ഇപ്പൊ ക്ലിഞ്ഞോം തന്നെ. സുധീരേട്ടൻ ഞങ്ങൾ ഫോണിൽ ഇതുപോലെ തന്നെ സംസാരിക്കും. എടാ സജീഷ നീ നിന്നെ വിളിച്ചേട്ടാ, എനിക്ക് വിളിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാല്. നീ എന്തിനാ നിന്നെ വിളിച്ചത്? ചേട്ടാ 26 ഷോ ഉണ്ട്. എടാ 26 എനിക്ക് ഇവിടെ നാദൃശ്യോട് പരിപാടി ഉണ്ടാ, എനിക്ക് വരാൻ പറ്റില്ല, നീ അടുത്ത ആഴ്ച വിളിക്കിട്ടാ. അങ്ങനെയൊക്കെ വിളിച്ച്. പക്ഷെ ആളുടെ വോയിസ് എടുക്കുന്നവരെ കൂടി ഞാൻ മസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, എനിക്ക് തത്തമ്മയുടെ പാട്ട് വേണം. അയ്യോ എനിക്കറിയില്ല, ആ പാട്ടൊന്നും അവള് ചെയ്യില്ല. പുള്ളി ചില ഫോണിൽ കൂടെ പറ്റുള്ളൂ, അതാണ്. കാരണം നമ്മളെ പോലെ മനോഹരമായിട്ട് ചെയ്തു വെക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ നമ്മളതായിട്ട് നശിപ്പിക്കാൻ നിൽക്കുന്നില്ല. പിന്നെ റീസെന്റ് പഠിച്ചതില് പുതിയ വോയിസില് ബിനു പപ്പുവിന്റെ വോയിസ് എടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് വിളിക്കുകയും ചെയ്തു. അത് വലിയൊരു ഭാഗ്യം. അത് നമ്മുടെ ഒരു ജിജി എന്ന ചേച്ചിയാണ് എന്റെ അയച്ചു കൊടുത്തത്. ആ ചേച്ചിയാണ് അങ്ങനെ വിളിച്ച് ആളുടെ തരൂല കിട്ടൂല സാറെ വണ്ടി വിട്ടു കൊടുക്കാൻ പറ്റില്ല, ഇവർ രാവിലെ തുടങ്ങി പട്ടിച്ചോയാ. എന്താടാ മനസ്സേ നിന്റെ വിശപ്പ് ദാഹം ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, നീ ഞങ്ങളുടെ വാരിക്കുയിൽ വീണ ഒറ്റയാനല്ലടാ കള്ളക്കഴുവേരി. പുള്ളി നേരിട്ട് വിളിച്ചു, പറഞ്ഞേരം സംസാരിച്ചു. അപ്പൊ നേരിട്ട് കാണുമെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മളിപ്പോ ഇതിൽ കൂടെ സംസാരിക്കുന്നതല്ല കേട്ടോ ആളുടെ സിനിമയിലെ വോയിസും നേരിട്ടുള്ള വോയിസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് ഫാമിലിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ ഇതുവരെ ഫാമിലിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല. ഫാമിലി അച്ഛനില്ല, അമ്മ, പിന്നെ ഞങ്ങൾ 3 മക്കളാണ്. ഞാൻ ഏറ്റവും ഇളയത്, മൂത്തേട്ടൻ പുറത്താണ്, രണ്ടാമത്തെ ആള് ഇവിടെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഞാൻ നോ മാരേജ്. കല്യാണം കഴിച്ചിട്ടില്ല ഇതുവരെ? ഏട്ടന്മാരുടെ കല്യാണം കഴിക്കും. ഏട്ടന്മാരുടെ കല്യാണം എന്ത് കല്യാണം കഴിക്കാത്തെ?
കല്യാണം കഴിക്കാത്ത ഒരു ടൈമൊക്കെ ഇതായി ഇപ്പം പോട്ടെ, എന്തിനത് മനസ്സമാധാനമുണ്ട്, മനസ്സമാധാനമുണ്ട്. മനസ്സമാധാനമുണ്ട് എല്ലാവരും പറയുന്നത്. അല്ല, ഇനി പ്രണയങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? പ്രണയങ്ങൾ ഉണ്ടായെന്ന് വെച്ചാൽ ഇഷ്ടംമാര് പ്രണയമാണ്. മറ്റേ വിനായകൻ ഞാൻ വരെ പ്രണയനാണ്, സ്വന്തമായിട്ടൊരു പ്രണയം. സ്വന്തമായിട്ട് പ്രണയം. സ്കൂളിൽ പഠിക്കുമ്പോണ്ടായിരുന്നു, എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ ഒരു മിമിക്രി, അന്നൊരു മിമിക്രി കലാ സ്കൂളിലൊക്കെ നമ്മളന്നാണ് സ്റ്റാർ. അതെ അതെ അതെ. ഇതൊക്കെ ചെയ്യുന്ന പറയുമ്പോ ആളുകൾക്ക് ഭയങ്കര ഒരു ഇതാണല്ലോ അല്ലേ? പക്ഷെ ആൾക്ക് മിമിക്രി ചെയ്യുന്നത് ഇഷ്ടമല്ല, അതൊരു ജോക്കറാണ്, ബഫൺ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ അപ്പൊ അതുകൊണ്ട് മിമിക്രി ആണ് എനിക്ക് പ്രണയം തോന്നി, അതിനൊഴിവാക്കി. ഓക്കെ. അപ്പൊ അവളോടൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, എന്തെങ്കിലും ഞാൻ ഫേമസ് ആവുന്ന ഒരു കാലം വരും, വരും, ടി വിയിൽ വരുന്നൊരു ഷോ ഉണ്ടാവും, ഫസ്റ്റ് കോള് നീ എന്നെ വിളിക്കുന്നു പറഞ്ഞു. വിളിക്കുകയും ചെയ്തു. അതെ. വല്ലാത്തൊരു സ്വീറ്റ് റിവെഞ്ച് ആയിരുന്നു. അപ്പോ അത് വളരെ ഭംഗി ഇതായിരുന്നു. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു അന്ന് മിമിക്രിയോടെ ആയിരുന്നു. കാരണം മിമിക്രി ശരിക്കും സ്കൂൾ തലത്തിലാണ് ഞാൻ ഇതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുക. അതും ശരിക്കും പറഞ്ഞ സാറുമാരാണ് ഞാൻ ഒന്നുപോലെ വിളിച്ചത്. എവിടെ പഠിച്ചതൊക്കെ? എളന്തിക്കര സ്കൂളിലാണ്. എളന്തിക്കര സ്കൂൾ. അന്ന് ഹെഡ് മാസ്റ്ററിന്റെ സൗണ്ട്, ടീച്ചേഴ്സുമാര് അവരൊക്കെ പോയി പഠിപ്പിച്ച ഒരു പീരീഡ് കഴിഞ്ഞ അടുത്ത സ്പോട്ടിൽ അവരെ സൗണ്ട് എടുത്ത് തുറക്കാണ്. അപ്പൊ ഇന്നാളാണ് എന്റെ സ്കൂളിൽ ഇപ്പൊ ഷാനു സാറ് ടീച്ചറെ കൂടി നമ്മളെ ആദരിച്ചു. പഠിച്ച സ്കൂളിൽ പോയിട്ട് അതെ അതെ അതെ, നമുക്ക് ഭയങ്കര അഭിമാനമുള്ള ഒരു കാര്യമാണ്. പഠിച്ച സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് പോവാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇതല്ലേ. 5 പഠിച്ച സ്കൂളിലായാലും വിളിച്ചു കഴിഞ്ഞാല് അല്ലേ. അല്ല, നമ്മുടെ സ്കൂളുകൾ എന്നൊക്കെ പറയുമ്പോഴേ നമ്മള് നമ്മുടെ ഇതിന്റെയൊക്കെ ഒരു തുടക്കകാലത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത ആ ഒരു സ്റ്റേജ്, മൈക്ക്, അവിടെയൊക്കെ വീണ്ടും നമ്മൾ ചെന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ പോലും എന്തെങ്കിലും ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് നമ്മൾ മിമിക്രി പരിപാടി അല്ലെങ്കിൽ പാട്ട്, ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോവുമായിരുന്നു. അപ്പൊ ടീച്ചേഴ്സ് നമ്മളോട് പറയും, ഇങ്ങനെ നടന്നോ, ഇങ്ങനെ പഠിക്കാതെ നടന്നോ, മാർക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ളു. പക്ഷെ ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു പ്രോഗ്രാം, TV ഷോസ് ഒക്കെ കഴിഞ്ഞിട്ട് അവരുടെ മുമ്പിൽ എത്തുമ്പോഴത്തേനും അവർ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കറിയായിരുന്നു നീ വലിയൊരാളാവുമെന്ന് എനിക്കറിയായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നത് ആരായിരുന്നു? ടീച്ചർ, പിന്നെ രഞ്ജിത്ത് സാറുണ്ട്. രഞ്ജിത്ത് സാറ് ആളുടെ ഡ്രിൽ മാഷാണ്. പുള്ളിയൊക്കെ എനിക്ക് ഒരുപാട് ആളുടെ ശബ്ദം ചെയ്യാറുണ്ട്. ആളുടെ ഡ്രിൽ പീരീഡ് ഒക്കെ മിമിക്രി ചെയ്യിപ്പിക്കണം എന്നെ കൊണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമായ സന്തോഷമാണ്. ഇനി നമുക്ക് അമ്മേനെ കുറിച്ച് സംസാരിക്കാം. അമ്മ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി. അമ്മയുടെ അടുത്താണ് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പം മുതൽ മിമിക്രി കാണിച്ചു തുടങ്ങിയത്. അതായത് നമ്മുടെ അമ്മമാരൊക്കെ വരും, അവര് പോയി കഴിഞ്ഞാൽ അപ്പ തന്നെ അവരുടെ ശബ്ദത്തില് ആദ്യം അമ്മേനെ കേൾപ്പിച്ചു കൊടുക്കുന്നത്. അന്നെന്ന് വെച്ചാൽ കാലഘട്ടത്തിൽ ജനറേറ്ററിന്റെ സൗണ്ടുള്ള നടനുണ്ടായിരുന്നു, MS തൃപ്പൂണിത്തറ. ആ സൗണ്ട് അന്ന് ആലോചിക്കണം കേട്ടോ. ഞാൻ ചെറിയ പ്രായമാണ്, എന്നാലും ആ തൊണ്ടിൽ ആ ശബ്ദം അപ്പോഴും നമ്മൾ ചെയ്യും. അന്ന് ഞാൻ ചെന്നിട്ട് അമ്മേനൊക്കെ പറ്റിക്കും, സൂപ്പറേ കറിയൊന്നും ആയില്ലേ, അത് ഭീകര കളിച്ച് പൊന്തുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ അമ്മേനൊക്കെ പറ്റിക്കായിരുന്നു. അപ്പൊ അമ്മ ഈ ചെക്കൻ ഈ അടുക്കളയിലൊക്കെ കാണിക്കാണ്ട് നീ 4 ആയിട്ട് മുമ്പിൽ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും അടുക്കളയിൽ നിന്നാണ് എന്റെ സ്റ്റേജ് പരിപാടി. പിന്നെ മുത്തശ്ശന്റെ ഒക്കെ അടുത്ത് ഇങ്ങനെ പോയിട്ട് ഓരോ കോമളിത്തരം സൗണ്ട് എടുക്കലും കാര്യങ്ങളൊക്കെ. ശരിക്കും എന്റെ അച്ഛന്റെ ഒക്കെ ചേട്ടന്മാരുണ്ട്, വലിയച്ഛന്മാരുടെ ഒക്കെ അവരൊക്കെ ശബ്ദമൊക്കെ മനോഹരമായിട്ട് ചെയ്ത്. പിന്നെ എല്ലാവരും വിളിച്ച് പറ്റിക്കാറുണ്ട്, ചേച്ചിമാരെ വിളിച്ച് പറ്റിക്കാറുണ്ട്. അവര് വെച്ചിട്ടാണ് ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ആ ഒരു കഴിവ് ഡെവലപ്പ് ചെയ്ത് സ്റ്റേജ്, TV ഷോ ഒക്കെ വന്നപ്പോ ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവില്ലേ? സന്തോഷമായിട്ടുണ്ട്. നമ്മളെന്താ പറയാ, ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു മറക്കാൻ പറ്റാത്തൊരു ഷോയാണ്. ശരിക്കും സിനിമ കിട്ടി വിട്ടാണ് ശരിക്കും പറഞ്ഞ ഫ്ലവേഴ്സിൽ ആ പരിപാടി കിട്ടിയത്. അതുപോലെയാണ്. ഇപ്പൊ ഇത്രയും വോയിസുകൾ ചെയ്യുന്നതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു വോയിസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? ഹരീഷാന്റെ ഈ നോട്ടിന്റെ കഥയുടെ സാധനങ്ങൾ. ഈ നോട്ടിന്റെ കഥ എനിക്ക് ഈ നോട്ടിന്റെ കഥ എന്ന് വെച്ചാൽ ഇന്ത്യക്ക് സാധനം കിട്ടിയപ്പോൾ ഇന്ത്യക്കാരൊക്കെ എൻ്റെ അടുത്ത് തന്നു. എൻ്റെ അടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഒരു ഫോട്ടോ വേണമെന്ന്. ഞാൻ എന്തിനാന്ന് ഈ നോട്ടിനകത്ത് വെച്ച് അടിക്കാൻ. ഞാൻ പറഞ്ഞു പ്രശസ്തി സാധനം പോകണമെന്ന് താല്പര്യമില്ല, നിങ്ങൾ ഗാന്ധിയിൽ വെച്ച് അടിച്ചോളാൻ. അങ്ങനെ അവർ തൃപ്തി ഇല്ലാണ്ട് ആ മനുഷ്യനെ വെച്ച് അടിച്ച്. ഇത് എൻ്റെ ഫോട്ടോ ചെലവാവേണ്ടത്. ആരാണ്? നെഹ്റു ആണോ? അതുപോലെ തന്നെ ഹരീഷാന്റെ ശബ്ദം വെച്ചിട്ട് ഞാൻ നിർമ്മലാനെ പറ്റിച്ചിട്ടുണ്ട്. നിർമ്മല മനസ്സിലല്ലേ? നിർമ്മലാനെ വിളിച്ച് പറ്റിച്ചിട്ടുണ്ട്. നിർമ്മലേ നീ എവിടെയാ? ഞാൻ ഇവിടെ എറണാകുളത്തുണ്ടാ. ഞാനിപ്പോ ഇവിടെ ഫ്ലവേഴ്സിന്റെ പരിപാടിയായിട്ട് വന്നതാ. ഇപ്പൊ നീ എവിടെയാ? ഞാൻ കലൂരുണ്ട്. ഞാൻ മിഥിലാവിന്റെ അടുത്താണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ച് പറ്റിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ പറഞ്ഞത് ചേട്ടാ ഞാൻ സജീഷാണ്, അവന്റെ മോനെ ഒരു രക്ഷയില്ലട്ടാ, ഞാൻ ശരിക്കും അവനൊന്ന് വിളിച്ചേട്ടാ. അങ്ങനെ സിനിമയുടെ ഡയലോഗ് കേൾപ്പിച്ചിട്ട് അന്ന് കലാഭവൻ ഒരു സിനിമയുടെ ഷൂട്ടായിരുന്നു. ആ ടൈമിൽ അവര് എല്ലാവരും പേരെ കൈയടിച്ചു ഇതായി. അപ്പൊ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അതോടെ ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതൊന്നുമില്ല, ഇങ്ങനെ പോയാതെ ഇതന്നെ ഏറ്റവും വലിയൊരു സംഭവം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇങ്ങനെ ഇരുന്ന ഒരു ഇന്റർവ്യൂ ആണോ, ഇന്റർവ്യൂ ചെയ്യണം. അത് അഞ്ജിത എനിക്ക് ഷോക്കായി കളഞ്ഞു.
എനിവേ എന്തായാലും അതെന്തായാലും സാധിച്ചു. ഒരു നല്ല ടോക്ക് ആയിരുന്നു. ഒരു ഇന്റർവ്യൂ എന്നതിലുപരി നമ്മൾ തമ്മിലുള്ള ഒരു സ്നേഹ സംഭാഷണമായിട്ട് ഇതിനെ കൺസിഡർ ചെയ്താൽ മതി. ഇപ്പോ ഒരുപാട് ആളുകൾ ഇപ്പൊ TV ഷോസിലൂടെയും അല്ലാതെ സ്റ്റേജ് ഷോസിലൂടെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരിപ്പോ ആ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ പല ആളുകൾ അവർ മറന്നു പോവുകയാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ഇൻബോൺ ടാലന്റ് ഉണ്ടെങ്കിൽ അത് എന്നും നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കും. അപ്പോൾ ഇനിയും ഒരുപാട് സ്റ്റേജ് ഷോസും അതുപോലെ തന്നെ TV പ്രോഗ്രാംസും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഒരുപാട് ആളുകളെ പ്രൊമോട്ട് ചെയ്യാനും കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യാനും തന്നെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ സജീഷ് ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ബീയിങ് പാർട്ട് ഓഫ് ദി പ്ലാറ്റ്ഫോം. ഒത്തിരി സന്തോഷം ഇന്ന് ഇവിടെ വന്നതിൽ. നമ്മൾ ഒരുമിച്ച് വീണ്ടും പ്രോഗ്രാംസ് ചെയ്യാനായിട്ട് ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. സന്തോഷം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്.